today's video we will be discussing more about lexical analysis. അപ്പോൾ ലെക്സിക്കൽ അനാലിസിസും അതിൻ്റെ റോളും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇൻപുട്ട് ബഫറിങ്. അപ്പോൾ ലെക്സിക്കൽ അനാലിസിസിൻ്റെ പ്രോസസ്സ് നമുക്കറിയാം. നമ്മളുടെ ഇൻപുട്ട് പ്രോഗ്രാം അല്ലെങ്കിൽ സോഴ്സ് പ്രോഗ്രാമിനെ റീഡ് ചെയ്യുക, ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യുക, അതിൽ നിന്ന് റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് പാറ്റേൺ മാച്ച് ആവുന്ന അനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോക്കൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ടോക്കണൈസ് ചെയ്യുക എന്നുള്ളതാണ് ലെക്സിക്കൽ അനാലിസിസിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെക്സിക്കൽ അനലൈസറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന 3 അപ്രോച്ചസാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂസ് എ ലെക്സിക്കൽ അനലൈസർ സച്ച് ആസ് ലെക്സ് ടു പ്രൊഡ്യൂസ് എ ലെക്സിക്കൽ അനലൈസർ ഫ്രം എ റെഗുലർ എക്സ്പ്രഷൻ ബേസ്ഡ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ് പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് സ്കാനർ ജനറേറ്റർ അല്ലെങ്കിൽ ലെക്സിക്കൽ അനലൈസർ ജനറേറ്റർ. ഓട്ടോമാറ്റിക്കായിട്ട് ലെക്സിക്കൽ അനാലിസിസ് നടത്താൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ലെക്സിക്കൽ അനലൈസർ ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് ലെക്സ്. അപ്പോൾ ഈ ലെക്സ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ റെഗുലർ എക്സ്പ്രഷൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഇൻപുട്ട് പ്രോഗ്രാമിൽ നിന്ന് ടോക്കൺസിനെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെക്സിക്കൽ അനലൈസർ എഴുതുക ഇൻ സം സിസ്റ്റം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ അത് ആ ലാംഗ്വേജിൻ്റെ IO ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് ഇൻപുട്ട് റീഡ് ചെയ്ത് അതിൽ നിന്ന് ടോക്കണൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഇനി തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിൽ ലെക്സിക്കൽ അനലൈസർ എഴുതി അതിൽ നമ്മളെ ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള റീഡ് ചെയ്യാനുള്ള പ്രോസസ്സിംഗ് മാനേജിങ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടി ആഡ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഈ 3 ഓപ്ഷൻസാണ് നമുക്ക് ലെക്സിക്കൽ അനലൈസറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അപ്രോച്ചാണ്. അതായത് ലെക്സ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്ത് അതിൽ നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ സ്പെസിഫിക്കേഷൻസ് കൊടുക്കുക, അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ടോക്കൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി നമ്മൾ ഈ ടോക്കണൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് പ്രോഗ്രാമിൽ സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഈ റീഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഏത് റെഗുലർ എക്സ്പ്രഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മാച്ച് എവിടെ വരെ ഉണ്ടെന്നുള്ളത് ഐഡൻറ്റിഫൈ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ഇപ്പം ABC = 2 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ A റീഡ് ചെയ്തു, B റീഡ് ചെയ്തു, അത് കഴിഞ്ഞ് C റീഡ് ചെയ്തു. ഇനിയിപ്പോൾ C കഴിഞ്ഞ് എന്താണെന്നുള്ളത് നമ്മൾ മുമ്പോട്ടേക്ക് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ABC കഴിഞ്ഞിട്ട് = കൂടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു ക്യാരക്ടർ കൂടി ലുക്ക് ഹെഡ്, അത് മുമ്പോട്ടേക്ക് ഒരു ക്യാരക്ടറോടെ നോക്കിക്കഴിഞ്ഞാലേ ഉള്ളൂ ABC വരെയാണ് ആ ഒരു പർട്ടിക്കുലർ റെഗുലർ എക്സ്പ്രഷനുമായിട്ട് മാച്ച് ആവുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ ടോക്കണൈസിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ ലെക്സിക്കൽ അനലൈസറിന് ഒരു ലുക്ക് ഹെഡ് കൂടി നടത്തേണ്ടി വരും. മുമ്പോട്ടേക്ക് ക്യാരക്ടേഴ്സിനെ കൂടെ നോക്കിക്കഴിഞ്ഞാലേ ഉള്ളൂ എവിടെ വരെയാണ് ആക്ച്വൽ മാച്ച് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, ലുക്ക് ഹെഡ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 2 ബഫർ സ്കീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഡേറ്റാനെ നമ്മൾ ഒരു ബഫറിലിട്ട് പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ബഫർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു എൻറ്റയർ ബഫർ, അതിന് 2 n ക്യാരക്ടർ ഹാഫ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ എൻറ്റയർ ബഫർ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് n, സെക്കൻഡ് ഹാഫിലും n. അതായത് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ 1 ഡിസ്ക് ബ്ലോക്ക്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിലെ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റീഡ് ചെയ്തു. ഇനി ആ സ്റ്റേറ്റ്മെൻറ്റിലെ നമ്മൾ ഫസ്റ്റ് ഹാഫിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്യാരക്ടേഴ്സ്, അതായത് n ഇൻപുട്ട് ക്യാരക്ടേഴ്സിന് നമ്മൾ ഫസ്റ്റ് ഹാഫിലേക്ക് ആഡ് ചെയ്യുന്നു യൂസിങ് റീഡ് കമാൻഡ്. അപ്പോൾ റീഡ് ഉപയോഗിച്ച് നമ്മൾ റീഡ് ചെയ്ത് ആ ഫസ്റ്റ് ഹാഫിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര n ക്യാരക്ടേഴ്സിനെ നമ്മൾ ഫസ്റ്റ് ബഫർ ഹാഫിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് മുമ്പോട്ടേക്കുള്ള പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ബാക്കിയുള്ള കമ്പോണൻസ് നമ്മളുടെ സെക്കൻഡ് ഹാഫിലൂടെ ഫില്ല് ചെയ്യാൻ കംപ്ലീറ്റ്ലി ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെ വരെയുണ്ടോ അവിടെ വരെ നമ്മളത് സോഴ്സ് പ്രോഗ്രാം ഇൻപുട്ട് ചെയ്യുക. പിന്നെ ആ സോഴ്സ് എൻഡായി എന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി EOF ക്യാരക്ടർ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഒരു എൻഡ് ഓഫ് ഫയൽ എന്നുള്ള ഡിനോട്ട് ചെയ്യാനുള്ള ഒരു മാർക്കറാണത്. ഇനി നമ്മൾ ഈ ബഫറിലെ പ്രോസസ്സിങ്ങിന് വേണ്ടി 2 പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യും. ഒന്ന് ഫോർവേഡ് പോയിൻ്റർ, പിന്നെ ഒന്ന് ലെക്സീം ബിഗിനിങ് പോയിൻ്റർ. അപ്പോൾ ഈ 2 പോയിൻറ്റേഴ്സിന് ഇടയ്ക്കായിരിക്കും നമുക്ക് കറൻ്റ്ലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ലെക്സീം കിടക്കുക. അപ്പോൾ ഈ 2 പോയിൻറ്റേഴ്സിനിടയ്ക്ക് എന്ത് കിടക്കുന്നോ അതായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെക്സീം ബിഗിനിങ് ഈ സ്റ്റാറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് അതിനെ ഫോളോ ചെയ്ത് കാണുന്നത് ഒരു സ്റ്റാറാണ്. അപ്പോൾ ഈ 2 സ്റ്റാർ കൂടിയാണ് നമ്മൾ പാസ്കലിലെ എക്സ്പൊണൻഷിയേഷൻ ഓപ്പറേറ്ററാണ് ഈ 2 സ്റ്റാർ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സ്റ്റാർ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ക്യാരക്ടർ 2 കൂടി സ്കാൻ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ഈ 2 സ്റ്റാറാണ് ഒരു ലെക്സീം ആണെന്നുള്ളത്, സ്റ്റാർ 2 കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ലെക്സീമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫോർവേഡ് പോയിൻ്റർ 2-ലെത്തി. അപ്പോൾ ഫോർവേഡ് പോയിൻ്ററിനെ ഒന്ന് ബാക്കാക്കി അതിനും ലെക്സീമിനും ഇടയ്ക്കുള്ള ഈ 2 ക്യാരക്ടേഴ്സ് അതിനെയായിരിക്കും ഒരു ലെക്സീമായിട്ടത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇൻ 2 ബഫർ സ്കീം എന്ന് പറഞ്ഞാൽ 2 n ക്യാരക്ടേഴ്സിനെ ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന 2 ബഫർ ഹാഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി അതിൽ ഫസ്റ്റ് ഹാഫിൽ ആദ്യം നമ്മൾ n ക്യാരക്ടേഴ്സിനെ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് ഈ പോയിൻറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മളിതിൽ ട്രാവേഴ്സ് ചെയ്ത് ടോക്കൺസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇനീഷ്യലി 2 പോയിൻറ്റേഴ്സ് നമ്മളുടെ
ഫസ്റ്റ് ക്യാരക്ടറിലായിരിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷനിലായിരിക്കും നിൽക്കുക. അപ്പോൾ ഒരെണ്ണത്തിന് ഒരു പർട്ടിക്കുലർ ലെക്സിയം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 പോയിൻ്റർ നമ്മൾ തൊട്ടടുത്ത ക്യാരക്ടറിലേക്ക് അല്ല അടുത്ത ലെക്സിയമിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മൾ പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ലെക്സിയം ബിഗിനിങ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഫസ്റ്റ് ഒരു ലെക്സിയമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അത് പോയിൻ്റ് ചെയ്തു. എന്നിട്ട് ഈ ഫോർവേഡിനെ നമ്മൾ ഓരോ പൊസിഷൻ വീതം മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ ദ ഫോർവേഡ് പോയിൻ്റർ സ്കാൻസ് അഹെഡ് അൺടിൽ എ മാച്ച് ഫോർ എ പാറ്റേൺ ഈസ് ഫൗണ്ട്. അപ്പോൾ ലെക്സിയം ബിഗിനിങ് ആദ്യം നമ്മളിവിടെ ഇയിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫോർവേഡ് പോയിൻ്റർ ആദ്യം ഇവിടെ തന്നെ ആയിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് അത് മുമ്പോട്ടേക്ക് ഫോർവേഡ് പോയിൻ്റർ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ എന്താണ്? ഇറ്റ്സ് എൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. നമ്മളുടെ ഇ എന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിഫയർ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ മാത്രമായിരിക്കും നമ്മളെ റെഗുലർ എക്സ്പ്രഷനെ മാച്ച് ആവുക. അപ്പോൾ ഇതിനെ നമ്മൾ ഫസ്റ്റ് ടോക്കണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ഒരെണ്ണത്തിന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഈക്വൽ ടൂലേക്ക് എന്ത് വരും? ഫോർവേഡ് ഇവിടെയാവും, ലെക്സിയം ബിഗിനിങ് ഇവിടെയാവും. എന്നിട്ട് ലെക്സിയം ബിഗിനിങ്ങിനെ അവിടെ തന്നെ നിർത്തി ഫോർവേഡ് നമ്മൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുക. മാച്ച് എവിടെ വരെ കിട്ടും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് ലെക്സിയം ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡ് പോയിൻ്റർ ആ റെക്കഗ്നൈസ് ചെയ്ത ലെക്സിയമിൻ്റെ റൈറ്റ് എൻഡിലേക്കാക്കി അതിനെ കൊണ്ടുവരാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ഇവിടെയാണ്, 2ലാണ് ഫോർവേഡ് പോയിൻ്റർ നിൽക്കുന്നത്. അപ്പോൾ ഈ 2 സ്റ്റാറാണ് ഒരു ലെക്സിയം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോർവേഡ് പോയിൻ്ററിനെ ഇറ്റ്സ് സെറ്റ് ടു ദ ക്യാരക്ടർ അറ്റ് ഇറ്റ്സ് റൈറ്റ് എൻഡ്. അപ്പോൾ റൈറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് പോയിൻ്റ് ചെയ്യിക്കുക. ഇനി നമ്മൾ 2 ഹാഫാണുള്ളതെന്ന് പറഞ്ഞു. രണ്ടും n സൈസുള്ള 2 ബഫർ ഹാഫുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഹാഫിൽ n ക്യാരക്ടേഴ്സിനെ ഫില്ല് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഫോർവേഡ് ക്യാരക്ടർ മൂവ് ചെയ്ത് ഫസ്റ്റ് ബഫറിൻ്റെ എൻഡിലെത്തിയെന്ന് വെക്കാം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഫോർവേഡ് പോയിൻ്റർ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്മളെ സെക്കൻഡ് ഹാഫ് ഓഫ് ബഫർ റീലോഡ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനിഷ്യലി ഒന്നും ഇൻപുട്ട് കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ഹാഫിൽ മാത്രം നമ്മൾ ഇൻപുട്ട് ഫീഡ് ചെയ്തിട്ടുള്ളൂ. ഫോർവേഡ് പോയിൻ്റർ പ്രോസസ്സ് ചെയ്ത് ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ സെക്കൻഡ് ഹാഫ്, അതായത് റൈറ്റ് ഹാഫിലേക്ക് നമ്മൾ n ഇൻപുട്ട് ക്യാരക്ടേഴ്സ് വെച്ച് ലോഡ് ചെയ്യുക. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് പോയിൻ്റർ ഇവിടെ എത്തി ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് ലാസ്റ്റ് വീണ്ടും സെക്കൻഡ് ബഫറിൻ്റെ എൻഡിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ സർക്കുലർ ഫാഷനിൽ ഇങ്ങോട്ടേക്ക് പോവുക. ഇവിടെ വന്നിട്ട് നമ്മളുടെ ഫസ്റ്റ് ഹാഫ് n വെച്ചിട്ട് n ക്യാരക്ടേഴ്സ് വെച്ച് വീണ്ടും റീഫിൽ ചെയ്യുക. എന്നിട്ട് ഫോർവേഡ് പോയിൻ്ററിന് ഇതിൻ്റെ തുടക്കത്തിലെത്തിക്കുക. എന്നിട്ട് വീണ്ടും ഇവിടെ മുതൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലെത്തിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് റീലോഡ് ചെയ്യുക, പോയിൻ്റർ അങ്ങോട്ടേക്ക് അഡ്വാൻസ് ചെയ്ത് പോവുക. ഇനി സെക്കൻഡ് ഹാഫിൻ്റെ എൻഡിലെത്തിക്കഴിഞ്ഞാൽ പോയിൻ്റർ നമ്മൾ തുടക്കത്തിലെത്തിക്കുക, ഫസ്റ്റ് ഹാഫിനെ റീലോഡ് ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ലെക്സിക്കൽ അനാലിസിസ് പ്രോസസ്സ് നടത്തുക. ലെക്സിയം പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ 2 പോയിൻറ്റേഴ്സ് നമ്മളിപ്പോൾ പ്രോസസ്സ് ചെയ്തതാണോ അത് കഴിഞ്ഞുള്ള തൊട്ടടുത്ത ക്യാരക്ടറിലേക്ക് പോയിൻ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 സ്റ്റാർ, അതായത് എക്സ്പോണൻഷിയേഷൻ ഓപ്പറേറ്റർ പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? ഈ ലെക്സിയം ബിഗിനിങ്ങും ഫോർവേഡും രണ്ടും എവിടെയായിരിക്കും പോയിൻ്റ് ചെയ്യുക? ഈ 2ൽ തന്നെയായിരിക്കും പോയിൻ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്ത പാറ്റേൺ മാച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സിനുള്ള കോഡാണ് നമ്മളിവിടെ കാണുന്നത്. സോ കോഡ് ടു അഡ്വാൻസ് ദ ഫോർവേഡ് പോയിൻ്റർ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 3 ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഈഫ് ഉണ്ട്, ഒരു എൽസ് ഈഫ് ഉണ്ട്, ഒരു എൽസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈഫ് ഫോർവേഡ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഹാഫ്. ഇതാണ് നമ്മളുടെ ബഫർ. ഇത് ഫസ്റ്റ് ഹാഫ്, ഇത് സെക്കൻഡ് ഹാഫ്. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലാണോ ഫോർവേഡ് പോയിൻ്റർ നോക്കി. ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ഹാഫിനെ റീലോഡ് ചെയ്യണം. അതാണ് റീലോഡ് സെക്കൻഡ് ഹാഫ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫോർവേഡ് ഈക്വൽ ടു ഫോർവേഡ് +1. ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് ഇവിടെ എത്തണം. അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എൽസ് ഈഫ് ഫോർവേഡ് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞത്. ഇനി ഫോർവേഡ് പോയിൻ്റർ ഇതിൻ്റെ എൻഡിലാണോ നിൽക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് ഹാഫിനെ റീലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഫോർവേഡ് ഇവിടെ ആയിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. അതിന് നമുക്ക് എവിടെ എത്തിക്കണം? ഫസ്റ്റിൻ്റെ തുടക്കത്തിലെത്തിക്കണം. സോ ദാറ്റ് ഈസ് റീലോഡ് ദ ഫസ്റ്റ് ഹാഫ് ആൻഡ് മൂവ് ഫോർവേഡ് ടു ദ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ എൻഡിലാണ് ഫോർവേഡ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ പോയിൻ്റർ ഇവിടെ ഫസ്റ്റിൻ്റെ തുടക്കത്തിലെത്തിക്കുക, എന്നിട്ട് ഈ ഫസ്റ്റ് ഹാഫിലേക്ക് റീലോഡ് ചെയ്യുക. അപ്പോൾ അത് 2 ഓപ്ഷൻസാണ്, ഈഫും എൽസ് ഈഫും. അതായത് ഈഫ് ആണെങ്കിൽ ഫസ്റ്റിൻ്റെ എൻഡിലായിരിക്കും UF, എൽസ് ഈഫ് ആണെങ്കിൽ സെക്കൻഡിൻ്റെ എൻഡിലായിരിക്കും UF. ഇനിയിപ്പോൾ ഇത് രണ്ടും അല്ലാണ്ട് ഫസ്റ്റിൻ്റെ ഇടയ്ക്കോ സെക്കൻഡിൻ്റെ ഇടയ്ക്കോ ഒക്കെ നമുക്ക് ഫോർവേഡ് പോയിൻ്റർ വരാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്താൽ മതി? സിംപ്ലി ഒന്ന് അഡ്വാൻസ് ചെയ്ത് പോയാൽ മതി. സോ ഫോർവേഡ് ഈക്വൽ ടു ഫോർവേഡ് +1 നമ്മളൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതാണ് നമ്മളുടെ 3 കേസസ് ടു അഡ്വാൻസ് ദ ഫോർവേഡ് പോയിൻ്റർ. ഒരു എക്സാമ്പിൾ അവിടെ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു 2 പോയിൻറ്റേഴ്സും ബഫറിൻ്റെ സ്റ്റാർട്ടിലായിരിക്കും പോയിൻ്റ് ചെയ്യുക, ഫോർവേഡും ലെക്സിയും ബിഗിനിങ്ങും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻപുട്ട് എന്ന് കരുതുക. ABC = PQR × XYZ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ബഫറിൻ്റെ ഫസ്റ്റ് ഹാഫ് ലോഡ് ചെയ്തു. ABC = P വരെ നമ്മളുടെ ഫസ്റ്റ് ഹാഫിലെത്തി. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്തു? ലെക്സിയും ബിഗിനിങ് ഇവിടെ തന്നെ നിൽക്കും. ഇനി ഫോർവേഡ് പോയിൻ്റർ ആദ്യം Aനെ സ്കാൻ ചെയ്തു, അല്ല റീഡ് ചെയ്തു. റീഡ് ചെയ്ത് Aക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫയർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. വെച്ചാൽ ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റർ ഓർ ഡിജിറ്റ് എന്നുള്ളതാണ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ ഇൻ പാസ്കൽ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിഫയർ ലെറ്ററാണ്. അപ്പോൾ അതിനൊരു വാലിഡ് ഐഡൻറ്റിഫയർ ആയിട്ട് അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാന്നുള്ളത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ
ഈ ലെക്സിം അവിടെ തന്നെ ബിഗിനിങ് ഇവിടെ തന്നെ നിൽക്കും. ഫോർവേഡ് പോയിൻ്റർ ഒന്ന് അഡ്വാൻസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫോർവേഡ് പോയിൻ്റർ ബിയിലെത്തി. അപ്പോൾ ബി നോക്കുമ്പോൾ എന്താണ്, ബിക്ക് നമുക്ക് ഇതേ പാറ്റേൺ മാച്ച് ചെയ്യും. ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റർ ഓർ ഡിജിറ്റ്. അപ്പോൾ അതിനെ നമുക്കൊരു ഐഡൻറ്റിഫയർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എ ബി എന്ന് പറയുന്നൊരു ഐഡൻറ്റിഫയർ ആയിട്ടത് മനസ്സിലാക്കും. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഫോർവേഡ് ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്ത് സിയിലെത്തുക. അപ്പോൾ സിയും അതേ പാറ്റേണുമായിട്ട് മാച്ച് ആകുന്നതുകൊണ്ട് എ ബി സി ഒരു ലെക്സിയുമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്ത് എവിടെ എത്തും, നമ്മളുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിലെത്തും. ഇനിയിപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളുടെ പാറ്റേൺ മാച്ച് ആവില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്, ഇതിന് തൊട്ട് മുമ്പ് വരെയുള്ള ക്യാരക്ടറാണ് ഒരു ലെക്സിം ഫോം ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എൻ പോയിൻ്റ് എന്ന് മനസ്സിലാവും. അപ്പോൾ ലെക്സിം ബിഗിനിങ് മുതൽ ഈ ഫോർവേഡ് ഇപ്പോൾ ഇവിടെ എത്തിയായിരുന്നു, പക്ഷേ ഇത് പാറ്റേൺ മാച്ച് ആവാത്തതുകൊണ്ട് അതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഫോർവേഡ് നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കുക. അപ്പോൾ ഈ ഫോർവേഡിന് ഈ ലെക്സിം ബിഗിനിങ്ങും ഇടയ്ക്കുള്ള ക്യാരക്ടേഴ്സ്, ദാറ്റ് ഈസ് എ ബി സി, അതിനെ നമ്മൾ ഐഡൻറ്റിഫയർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ ഒരെണ്ണത്തിനെ ഒരു ലെക്സിനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ രണ്ട് പോയിൻറ്റേഴ്സിനെ നമ്മൾ എവിടെ എത്തിക്കണം, അടുത്ത ലെക്സീമിൻ്റെ തുടക്കത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത ലെക്സീം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഈക്വൽ ടു ആണ്. സോ രണ്ട് പോയിൻ്റർ ഇവിടെ എത്തണം, ഈക്വൽ ടുയിൽ എത്തണം. അപ്പോൾ ഈ ഈക്വൽ ടുവിലേക്ക് ലെക്സീം ബിഗിനിങ്ങും ഫോർവേഡും ഫസ്റ്റ് എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ ഫോർവേഡിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോയി അടുത്തതിലേക്ക് എത്തി. അടുത്തതിലേക്ക് എത്തുമ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണെന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് പാറ്റേൺ അല്ല നമുക്ക് പിക്ക് വരിക. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ലെക്സീം ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഈക്വൽ ടുവിനെ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഫോർവേഡ് പോയിൻ്റ് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മളൊരു ക്യാരക്ടർ ലുക്ക് ഹെഡ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് കറണ്ട് ലെക്സീം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആണെന്ന് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൂടി ലുക്ക് ഹെഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈക്വൽ ടു അസൈൻമെൻറ്റ് ആണെന്ന് മനസ്സിലായി. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോർവേഡ് പോയിൻ്ററിനെ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവസാനം അപ്പോൾ ഈക്വൽ ടു അസൈൻമെൻറ്റ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത ലെക്സീം ഏതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു ലെക്സീം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പോയിൻറ്റേഴ്സും തൊട്ടടുത്ത ലെക്സീമിലേക്കാണ് പോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, പി മുതലാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ലെക്സീം ബിഗിനിങ്ങും ഫോർവേഡും രണ്ടും നമ്മൾ പിയിലേക്ക് പോയിൻ്റ് ചെയ്യിച്ചു. ഈ നെക്സ്റ്റ് വീണ്ടും ലെക്സീം ബിഗിനിങ് അവിടെ തന്നെ നിൽക്കും, ഫോർവേഡ് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവാം. ഫോർവേഡ് അവിടെ നിന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു എവിടെ എത്തി, നമ്മൾ ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലെത്തി. ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലെത്തിയാൽ നമ്മൾ കോഡ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ഫോർവേഡ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഹാഫ്, നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഹാഫിനെ റീലോഡ് ചെയ്യണം. സോ റീലോഡ് സെക്കൻഡ് ഹാഫ്, അതിലേക്ക് ബാക്കി ഡേറ്റ ഫില്ല് ചെയ്തു. സോ പി വരെയാണ് ഇവിടെ ലോഡ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് റിമൈനിങ് പോർഷൻ ദാറ്റ് ഈസ് QR ഇൻറ്റു XYZ, അത് നമ്മൾ ആഡ് ചെയ്തു. ലാസ്റ്റ് എൻഡ് ഓഫ് വാല്യൂ ആഡ് ചെയ്തു. അപ്പോൾ ഫോർവേഡ് പോയിൻ്റർ ഇവിടെ എത്തി. അപ്പോൾ പിക്ക് നമ്മൾ ഐഡൻറ്റിഫയറിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ മാച്ച് ആവും, ഇറ്റ്സ് എ ലെറ്റർ. അതിനെ ഫോളോ ചെയ്ത് വരുന്ന വീണ്ടും ഒരു ലെറ്ററാണ്, അതും ആ കൂട്ടത്തിൽ തന്നെ മാച്ച് ആവും. നെക്സ്റ്റ് വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്ത് 6 കാണുമ്പോൾ അതും അതേ പാറ്റേൺ ആണ്. അപ്പോൾ PQR ഒരു ഐഡൻറ്റിഫൈഡ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഈ നെക്സ്റ്റ് അടുത്ത ക്യാരക്ടർ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഈ പാറ്റേണുമായിട്ട് മാച്ച് ആവില്ല. അതിൽ നിന്ന് മനസ്സിലായി PQR എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വാലിഡ് ഐഡൻറ്റിഫയർ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ലെക്സീം ബിഗിനിങ് ഇവിടെ ആയിരിക്കും, ഫോർവേഡ് എവിടെ എത്തും, നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലെത്തും. അപ്പോൾ ഒരു ക്യാരക്ടറോട് ലുക്ക് ഹെഡ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ടൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എത്തി കഴിയുമ്പോൾ നെക്സ്റ്റ് ഫോർവേഡിനെ ഒന്ന് ബാക്കിലേക്കാക്കി ഈ ഫോർവേഡിനും ഈ ലെക്സീം ബിഗിനിങ്ങും ഇടയ്ക്കുള്ള PQRനെ നെക്സ്റ്റ് ലെക്സീമാക്കി ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും പ്രോസസ്സിങ് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഒരൊറ്റ എൻഡ് ഓഫ് ഫയൽ ക്യാരക്ടറെ യൂസ് ചെയ്യുന്നുള്ളൂ ടു ഡിനോട്ട് ദ എൻഡ് ഓഫ് ഡേറ്റ. ഇനിയിപ്പോൾ ഈ ഒരു കോഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് എത്ര ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഇഫ് എൽസ്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഫോർവേഡ് പോയിൻ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഫോർവേഡ് പോയിൻ്റർ ഫസ്റ്റിൻ്റെ എൻഡിലാണോ സെക്കൻഡിൻ്റെ എൻഡിലാണോ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പ്രോസസ്സിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 ടെസ്റ്റുകൾ ഈ കോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ടെസ്റ്റ് നമുക്ക് കുറയ്ക്കാം, അത് സിംഗിൾ ടെസ്റ്റാക്കി നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സെൻറ്റിനൽ എന്ന് പറയുന്നത്. സോ നമ്മൾ 2 ബഫറിൻ്റെയും എൻഡിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, അത് ഫസ്റ്റിൻ്റെ എൻഡിലാണോ സെക്കൻഡിൻ്റെ എൻഡിലാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ദ എബോവ് കോഡ് റിക്വയർസ് 2 ടെസ്റ്റ് ഫോർ ഈച്ച് അഡ്വാൻസ് ഓഫ് ദ ഫോർവേഡ് പോയിൻ്റർ. ഓരോ പ്രാവശ്യം പോയിൻ്റർ ഒരു പൊസിഷൻ മുമ്പോട്ടേക്ക് മാറണമെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യണം ഫസ്റ്റിൻ്റെ എൻഡിലെത്തിയോ സെക്കൻഡിൻ്റെ എൻഡിലെത്തിയോ എന്നുള്ളത്. അപ്പോൾ ആ 2 ടെസ്റ്റിന് നമുക്കൊരു സിംഗിൾ ടെസ്റ്റായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ അഡീഷണലായിട്ട് ചെയ്യുന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഫറിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ആഡ് ചെയ്യാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലും സെക്കൻഡ് ഹാഫിൻ്റെ എൻഡിലും നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, ഈ സെൻറ്റിനൽ ക്യാരക്ടർ അതായത് EOF ക്യാരക്ടർ ആഡ് ചെയ്യുന്നു. അപ്പോൾ സെൻറ്റിനൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ക്യാരക്ടർ, നമ്മളെ സോഴ്സ് പ്രോഗ്രാമിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ സ്പെഷ്യൽ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ഈ EOF എന്ന് പറയുന്നത്. നമ്മൾ ബഫർ നോക്കിയ ഡിഫറൻസ് മനസ്സിലാവും. ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിൽ EOF വന്നു, സെക്കൻഡ് ഹാഫിൻ്റെ എൻഡിലും EOF വന്നു.
അപ്പോൾ നമ്മൾ ടെസ്റ്റിൻ്റെ എണ്ണം ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കോഡിനെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയാൽ ഫോർവേഡ് ഈക്വൽ ടു ഫോർവേഡ് പ്ലസ് 1. അപ്പോൾ ഫോർവേഡ് പോയിൻ്റർ നമ്മൾ നോർമലി ഫസ്റ്റ് സ്റ്റെപ്പിൽ നേരെ അങ്ങോട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് പോയിൻറ്റ് ചെയ്തേക്കുന്നത് എങ്ങോട്ടാണോ അതാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ്. ദാറ്റ് ഈസ് ഈ ഫോർവേഡ് ഈക്വൽ ടു EOF. ഇപ്പോൾ ഫോർവേഡ് പോയിൻറ്റ് ചെയ്യുന്നത് EOFിലാണോ എന്നുള്ളത് നോക്കാം. ആണെങ്കിൽ എന്തായിരിക്കാം, ഫോർവേഡ് എവിടെയെല്ലാം വരാം, ഫസ്റ്റിൻ്റെ എൻഡിൽ EOF എവിടേക്ക് വരാം, ഫസ്റ്റിൻ്റെ എൻഡിൽ വരാം, സെക്കൻഡിൻ്റെ എൻഡിൽ വരാം, അതുപോലെ ഡേറ്റ തീരുമ്പോഴും വരാം. അപ്പോൾ ഈ 3 കേസുകളാണ് EIF, ELSE, ELSE. അപ്പോൾ ഫസ്റ്റ് കേസ് ഏതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, ഇഫ് ഫോർവേഡ് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഹാഫ്. അപ്പോൾ EOF ഇത് ഫസ്റ്റിൻ്റെ എൻഡിലാണോ കിടക്കുന്നത്, ആണെങ്കിൽ എന്ത് ചെയ്യണം, സെക്കൻഡ് ഹാഫ് റീലോഡ് ചെയ്യുക, ഫോർവേഡ് ഇവിടുന്ന് അടുത്തതിലേക്ക് പോവാം. അതാണ് ഈ ഒരു പോർഷൻ. റീലോഡ് ദ സെക്കൻഡ് ഹാഫ് ആൻഡ് ഫോർവേഡ് ഈക്വൽ ടു ഫോർവേഡ് പ്ലസ് 1. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്തായിരിക്കണം, ELSE വരുന്നത്. ഈ EOF ഫസ്റ്റിൻ്റെ എൻഡിലാണെങ്കിലത്തെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി EOF എവിടെയൊക്കെ വരാം, സെക്കൻഡിൻ്റെ എൻഡിലും വരാം. സോ അതാണ് നമ്മളുടെ സെക്കൻഡ് കേസ്. ഇഫ് ഫോർവേഡ് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഹാഫ്, ദെൻ എന്ത് ചെയ്യണം, സെക്കൻഡ് എൻഡിലെത്തിക്കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഹാഫിനെ റീലോഡ് ചെയ്യണം. അതായത് ഈ ഒരു പോർഷൻ റീലോഡ് ചെയ്യുക. ആ പോയിൻ്റർ ഇവിടെ ആയിരുന്നത് എവിടെ എത്തിക്കണം, ഫസ്റ്റിൻ്റെ തുടക്കത്തിലെത്തിക്കണം. ദാറ്റ് ഈസ് മൂവ് ഫോർവേഡ് ടു ദ ബിഗിനിങ് ഓഫ് ഫസ്റ്റ് ഹാഫ്. ഇത് രണ്ടും അല്ലാണ്ട് തേർഡ് കേസ് എന്താണ്, എൽസിൽ എപ്പോഴാണ് EOF വരുന്നത്, ഇതാണ് നമ്മളുടെ തേർഡ് കേസ്. ഒന്നുകിൽ ഫസ്റ്റിൻ്റെ എൻഡിൽ EOF വരാം, അല്ല സെക്കൻഡ് എൻഡിൽ EOF വരാം, അല്ലെങ്കിൽ ഡേറ്റ തീരുമ്പം EOF വരാം. അപ്പോൾ ഈ EOF എന്നതിൻ്റെ മീനിങ് എന്താണ്, നമ്മളുടെ പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഇൻപുട്ടിൻ്റെ എൻഡിലെത്തി എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ടെർമിനേറ്റ് ദ ലെക്സിക്കൽ അനാലിസിസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നമുക്ക് എപ്പോഴാണ് വരുന്നുള്ളൂ, EOF ആകുന്ന കേസിൽ മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒറ്റ ടെസ്റ്റ് നമുക്ക് മെജോറിറ്റി ഓഫ് ദ ടൈം ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ നമ്മൾ കോഡിൽ സെൻറ്റിനൽ ക്യാരക്ടർ കൂടി യൂസ് ചെയ്തുള്ള മോഡിഫിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോർവേഡ് പോയിൻ്ററിൻ്റെ ഓരോ ഇൻക്രിമെൻറ്റിലും അല്ലെ ഒരു പോയിൻറ്റിങ്ങിലും അല്ല അപ്ഡേഷനിലും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം. 2 ടെസ്റ്റുകൾ ചെയ്യേണ്ട സിറ്റുവേഷൻ ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് EOF ആണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഈ 3 ടെസ്റ്റുകളിലേക്ക് നമ്മൾ പോകേണ്ട സിറ്റുവേഷൻ ഉള്ളൂ. അപ്പോൾ ഇതിനുള്ളിൽ കാണുന്ന കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ 2 എണ്ണം. ഫസ്റ്റ് ഹാഫിൻ്റെയും സെക്കൻഡ് ഹാഫിൻ്റെയും കൂടെ നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം മെജോറിറ്റി ഓഫ് ദ ടൈം ഈ കോഡിൽ നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യേണ്ടി വരുള്ളൂ. എന്ന് വെച്ചാൽ ഫോർവേഡ് പോയിൻ്റർ എവിടെയാകുമ്പോൾ EOFിൽ പോയിൻ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ ഓൺലി വെൻ വി റീച്ച് ദ എൻഡ് ഓഫ് ദി ബഫർ ഹാഫ് ഓർ ദ എൻഡ് ഓഫ് ദ ഫയൽ വി പെർഫോം മോർ ടെസ്റ്റ്. അപ്പോൾ ഇതാണ് സെൻറ്റിനൽ യൂസ് ചെയ്യുന്ന കോഡ്. അപ്പോൾ 2 ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. 2 ബഫർ സ്കീം യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നോർമൽ സ്കീമിൽ നമ്മൾ ഫോർവേഡ് പോയിൻ്റർ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നു. ലാസ്റ്റ് EOF കാണുമ്പോൾ അല്ല ഫോർവേഡ് പോയിൻ്റർ ഫസ്റ്റിൻ്റെ എൻഡിലാണോ, ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലാണോ, സെക്കൻഡ് ഹാഫിൻ്റെ എൻഡിലാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ലോഡ് ചെയ്യുന്നു, പോയിൻ്റർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അതുപോലെ സെക്കൻഡ് ഹാഫിൻ്റെ എൻഡിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് ലോഡ് ചെയ്യുന്നു, എന്നിട്ട് പോയിൻ്റർ ഫസ്റ്റിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് കോഡ്. അപ്പോൾ അവിടെ നമ്മൾ ഓരോ പ്രാവശ്യവും 2 ടെസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടായിരുന്നു. ഓരോ ഇൻക്രിമെൻറ്റേഷനും ഓരോ പ്രാവശ്യം ഫോർവേഡ് പോയിൻ്റർ നമ്മൾ മാറ്റി പോയിൻ്റ് ചെയ്യുമ്പോൾ 2 ടെസ്റ്റുകൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെൻറ്റിനൽ ക്യാരക്ടർ കൂടി ആഡ് ചെയ്ത് 2 ബഫർ ഹാഫിൻ്റെയും എൻഡിലായിട്ട് ഈ EOFനെ കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോർവേഡ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുക. ഇനി ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക EOF ആണോ അല്ലയോ. EOF ആയെങ്കിൽ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ബാക്കിയുള്ള ഫർദർ ടെസ്റ്റിലേക്ക് പോവുക. ഫസ്റ്റിൻ്റെ എൻഡിലാണോ സെക്കൻഡ് എൻഡിലാണോ അതോ ഇടയ്ക്കാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. So that's all of input buffering in lexical analysis. Thank you.